നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദിനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നത് നന്നായി അല്ലേ? വെള്ളം ചൂടായി. ഇനി വേദമാരത്തിനെ വിളിച്ചോണ്ട് വരാം. മോൾ ഇവിടെ നിന്നോളൂ, ഞാൻ പോയി വിളിച്ചോണ്ട് വേണ്ട സർ, ഞാൻ പോയി കൂട്ടിക്കോളാം. പത്മ, തനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് അറിയാം. പക്ഷേ നമ്മുടെ മകൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നവളോട് നമുക്ക് ഒരു ചെറിയ സ്നേഹമൊക്കെ വേണ്ടേ? അയാളെ നോക്കി ഒന്ന് ചിരിക്കെങ്കിലും വേണ്ടേ? അല്ല, നിങ്ങൾ എന്തിനു വേണ്ടിയാ ഇങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കുന്നത്? അവളെ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കാനോ? കഷ്ടം. സ്വന്തം മകൾക്ക് ഒരു അസുഖം വന്നതിന്റെ പേരിൽ പോലും ഇങ്ങനെ ഒരു മുതലെടുപ്പ് എടുക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എനിക്ക് തന്നോട് ദേഷ്യമല്ല, സഹതാപം തോന്നുന്നു. എന്നെങ്കിലും ഒരിക്കല് താനിതിന് കണക്ക് പറയേണ്ടി വരുമല്ലോ എന്നോർത്ത്. ഞാൻ ഇനി എല്ലാത്തിനോടും കണക്ക് പറയേണ്ടപ്പോ കൃത്യമായി പറഞ്ഞോളാം. പറഞ്ഞിട്ട് എന്ത് കാര്യം? മാഡം, കുളിക്കാനുള്ള സമയായി, വരൂ. ആരാ കുളിപ്പിക്കുന്നേ? ഞാനാ. വേണ്ട, മമ്മിയോട് വരാൻ പറ. പത്മ മാഡത്തിനെ ബുദ്ധിമുട്ടിക്കണോ മാഡം? എന്റെ മമ്മി എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടും. അതിനിടയിലേ നീ ആളാവാൻ വരണ്ട. ചെന്ന് വിളിച്ചോണ്ട് വാ. പത്മ മാഡം വരില്ല. മാഡത്തിനും ഇന്ദ്രജ മാഡത്തിനൊക്കെ ഈ അസുഖത്തെക്കുറിച്ച് ഭയങ്കര പേടിയാ. എന്നെ എപ്പോഴും വേലക്കാരിയായിട്ടല്ലേ മാഡം കാണാറുള്ളൂ. ഈ വീട്ടിലെ ജോലിക്ക് നിൽക്കുന്ന ഒരാൾ പറയുന്നതാണെന്ന് കരുതിയാ മതി. അപ്പ വരാല്ലോ. കുളിക്കുന്നതിനൊരു കാലവും മുഹൂർത്തവും ഒക്കെ ഉണ്ട്. ഈ അസുഖത്തിന്റെ കാര്യത്തില് അങ്ങനെ ചിലതൊക്കെ നോക്കണം. വൈകിക്കണ്ട മാഡം. തുടങ്ങി കുളിപ്പിക്കുന്നതിനും മുഖം കഴുകുന്നതിനും എല്ലാത്തിനും ഓരോ വിശ്വാസങ്ങള്. മാഡം, ഇപ്പൊ കുളിക്കാമെങ്കില് മാഡത്തിന് അത് കഴിഞ്ഞ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. മതി മതി, നടക്ക്, ഞാൻ വരാം. ഞാൻ പിടിക്കണോ മാഡം? ഞാനേ നടു തളർന്ന് കിടക്കൊന്നുമല്ല. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ. ഇനിയിപ്പൊ എന്നെ കുളിപ്പിക്കാനുള്ള നിന്റെ ആഗ്രഹം നടക്കാതിരിക്കണ്ട. ഇവിടെ നിന്നാണോ കുളിക്കുന്നേ? ആ. എനിക്ക് പറ്റില്ല. എന്താ ബാത്റൂമിൽ കുളിച്ച? ബാത്റൂമിൽ കുളിക്കാം, ഇത് കഴിഞ്ഞിട്ട്. ഈ വെള്ളം തലയിലൂടെ ഒഴിച്ചിട്ട് എന്തോ ആവാം. ഇവിടെ വന്നിരുന്നോളൂ. ഇനിയൊന്ന് പ്രാർത്ഥിച്ചോളൂ. എനിക്ക് സൗകര്യമില്ല. ഞാൻ കുളിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറൊന്നുമില്ല. വേണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാം. എന്താടി ഇത്? തിളച്ച വെള്ളം ഒഴിച്ച് എന്നെ കൊല്ലാൻ നോക്കുവാണോ? ഇത് ചെറിയ ചൂടേ ഉള്ളൂ. ചെറിയ ചൂട്? പൊള്ളി, ഇത് എനിക്കല്ലേ അറിയൂ.
അത് ചൂടുവെള്ളം എടുത്ത് പരിചയമില്ലാത്തോണ്ടാ. ഞങ്ങള് പിന്നെ അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല പരിചയ. മതി, നിന്റെ വിജ്ഞാനം ഒന്ന് വിളമ്പണ്ട. എത്രയും പെട്ടെന്ന് ഒഴിച്ചു തീർക്ക്, എനിക്ക് പോണം. എന്തായാലും അസുഖം വളരെ കുറച്ച് മാത്രം വന്നത് നന്നായി. കാര്യമായിട്ട് എങ്ങാനും വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? കാര്യമായിട്ട് വരാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? ഇല്ല, ഒന്നും വരുത്തല്ലേന്ന് ഞാൻ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ. അപ്പൊ തന്നെ ഇമെയിലായിട്ട് മറുപടി അയച്ചു. ഒഴിക്കുന്നെങ്കി ഒഴിക്ക്. കാത്തുവിന്റെയും പിച്ചുവിന്റെ ദേഹത്ത് ഇതുപോലെ ചൂടുവെള്ളം ഒഴിക്കുമ്പോ രണ്ടുപേരും ചാടും. അതാരാ? എന്റെ അനുജത്തിമാര്. നിന്റെ അനുജത്തിമാരുടെ കാര്യമൊക്കെ ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? എന്തെങ്കിലും പറഞ്ഞ ഉടനെ എഴുന്നള്ളിച്ചോണ്ട് വരും. അച്ഛനും അമ്മൂമ്മയും അനുജത്തിമാരും. അശം. ഓ, മതി. ഇതിന് തടസ്സം പറയണ്ട, ഇട്ടോളൂ. ദേവി കാത്തതല്ലേ. ഇനി പോകാലോ. പൊയ്ക്കോളൂ. ആ കുട്ടി കാണിക്കുന്നത് മുഴുവൻ കുസൃതിയായിട്ട് മാത്രമേ കാണാവൂ ദേവി. ഒന്നും വരുത്താതെ കാത്തോളണേ. അമ്മയുടെ കടാക്ഷം ഉണ്ടാവണേ. വേദമോളുടെ അസുഖം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവസാനിച്ചു അല്ലേ പത്മ? വേദമോള് പലപ്പോഴും നന്ദിനിയെ അടുത്തുനിന്ന് ആട്ടി ഓടിക്കുകയായിരുന്നു. നന്ദിനി അതൊന്നും കാര്യമാക്കിയില്ല. സ്വന്തം അനുജത്തിയെ പരിചരിക്കുന്നത് പോലെ ഒപ്പം നിന്നു. അനുജത്തിയെ പോലെ എന്നൊരു പ്രയോഗമൊന്നും വേണ്ട. അവൾ ഇവിടുത്തെ ജോലിക്കാരിയാ.